കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ശ്രീ രമേശ് പിഷാരടി MLA, കലാകാരൻ കൂടിയ അദ്ദേഹം നടത്തിയ പ്രസംഗം വളരെ ചിന്തനീയവും രസകരവുമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ബ്രിട്ടീഷുകാർ തകർത്തെറിഞ്ഞ ഇന്ത്യയാക്കി മാറ്റിയത്, പുരോഗതിയിലേക്ക് നയിച്ചത് കോൺഗ്രസിൻ്റെ ശ്രമഫലമായിട്ടാണ്. ആ ഒരു ഭാരതത്തെയാണ് BJP നയിക്കുന്നത്. എന്നിട്ടാണ് പല അവകാശവാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ ചിന്തനീയമായ കാര്യമായിരുന്നു. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ ചരിത്രപരമായിട്ടുള്ള തെറ്റുകൾ കടന്നുകൂടിയ പരാമർശങ്ങളായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയുടെ സാക്ഷരതാ നിലവാരം ആ സമയത്ത് വെറും 13-14% അപ്പോൾ ബ്രിട്ടീഷുകാരാണ് അതിൻ്റെ സാക്ഷരത കുറഞ്ഞതിൻ്റെ പ്രധാന ഉത്തരവാദികൾ എന്ന ഒരു ധ്വനി അതിൽ അദ്ദേഹം വരുത്തി. അവിടെ അദ്ദേഹത്തിന് ചരിത്രപരമായ അബദ്ധം സംഭവിച്ചു. കാരണം ബ്രിട്ടീഷുകാരല്ല അതിൻ്റെ ഉത്തരവാദികൾ. അതിൻ്റെ ഉത്തരവാദിത്വം ഇവിടെ നിലനിന്ന കൊടിയ ജാതി വ്യവസ്ഥതയ്ക്കാണ്. ഈ ജാതി വ്യവസ്ഥത കാരണം മേൽജാതിക്കാർക്ക് മാത്രമേ വിദ്യ അഭ്യസിക്കാനാവുമായിരുന്നുള്ളൂ. താഴെത്തട്ടിലുള്ളവർക്ക് പറ്റില്ലായിരുന്നു. അധകൃതരക്കാരൻ ചിന്തിക്കുക പോലും പറ്റില്ലായിരുന്നു. നായന്മാർക്ക് പോലും വിദ്യ അഭ്യസിക്കാൻ പറ്റില്ലായിരുന്നു. അത്രമാത്രം ഏകദേശം 2-3% മാത്രമായിരുന്നു ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇന്ത്യയുടെ സാക്ഷരത നിലവാരം എന്ന് പറയുന്നത്. അത് വളരെ കൃത്യമായിട്ട് നമുക്ക് ലഭ്യമല്ല താനും. കാരണം 500-ൽ പരം നാട്ടുരാജ്യങ്ങളാൽ ചിതറിക്കപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഇന്ത്യ എന്ന് നമ്മൾ ഓർക്കണം. ആ ഇന്ത്യയെ ഡൽഹി കേന്ദ്രീകരിച്ച്, ആദ്യം കൽക്കട്ട കേന്ദ്രീകരിച്ച്, പിന്നീട് ഡൽഹി കേന്ദ്രീകരിച്ച് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കി, എല്ലാ നാട്ടുരാജ്യങ്ങളെയും കോർത്തിണക്കി ഇന്ത്യക്ക് തലസ്ഥാനം ഉണ്ടാക്കി ഒക്കെ വന്നത് ഈ ദ്രോഹങ്ങളുടെ ഇടയിലും ബ്രിട്ടീഷുകാരാണ്. അതുപോലെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ റെയിൽപാതയുണ്ടാക്കി. അങ്ങനെ ഇന്ത്യയെ ഒന്നിപ്പിച്ച് ഇന്ത്യ എന്ന് പറയുന്ന യാഥാർത്ഥ്യം ശരിക്കും അങ്ങനെയാണല്ലോ ഉണ്ടാകുന്നത്. നമുക്കതല്ല കാര്യം. ഈ സാക്ഷരത ഈ ശതമാനത്തിൽ നിന്ന് വ്യത്യസ്തമാക്കിയത് ഈ ബ്രിട്ടീഷുകാരോടൊപ്പം മറ്റ് വിദേശ രാജ്യങ്ങളോടൊപ്പവും വന്ന മിഷണറിമാരാണ്. അവരുടെ ശ്രമഫലമായിട്ടാണ് ഇന്ത്യയിൽ സാർവത്രികവും ആധുനികവുമായ വിദ്യാഭ്യാസം ഉണ്ടായത്. കോത്താരി കമ്മീഷൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്ന് പറയുന്ന നമ്മൾ തന്നെ ഉണ്ടാക്കിയ ആ കോത്താരി കമ്മീഷൻ പറയുന്ന 1800 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഒറ്റ സ്ത്രീ വിദ്യാലയം പോലും ഇല്ലായിരുന്നു. 1900 ആരംഭ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ സാക്ഷരതാ നിലവാരം 0.8% മാത്രമായിരുന്നു. കോത്താരി കമ്മീഷൻ പറയുന്നതാണ്. അപ്പോൾ അത്രമാത്രം ദയനീയമായിരുന്നു. അവിടെ നിന്ന് ഈ മിഷണറിമാരാണ് ഈ ഉച്ചനീചത്വത്തെ വകവയ്ക്കാതെ മേൽജാതിക്കാരെയും കീഴ്ജാതിക്കാരെയും ഒക്കെ ഒരുമിച്ചിരുത്തി പഠിപ്പിച്ചു തുടങ്ങിയത്. അത് നമുക്കറിയാം. നമ്മുടെ നിഘണ്ടു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ബെഞ്ചമിൻ ബെയ്ലി, ഹെർമൻ ഗുണ്ടട്ട്, റവറൻ റീഡ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ മിഷണറിമാർ, അതിൻ്റെ ഒപ്പം ചാവറയച്ചൻ, ബാച്ചിനെല്ലി എന്ന് പറയുന്ന കൊച്ചി വരാപ്പുഴ ആർച്ച് ബിഷപ്പ്, അതിൻ്റെ കൂട്ടത്തിൽ ചാവറയച്ചൻ, ഇങ്ങനെ പള്ളിയോടൊപ്പം പള്ളിക്കൂടം, ഇങ്ങനെയെല്ലാം വന്നിട്ടാണ് വലിയ വിദ്യാഭ്യാസ വിപ്ലവം ഉണ്ടാവുകയും സാക്ഷരതാ നിലവാരം ഉയരുകയും ചെയ്യുന്നത്. ബ്രിട്ടീഷുകാർ വിട്ടുപോകുമ്പോൾ ഏതാണ്ട് 14%-16% സാക്ഷരത ഉണ്ടായിരുന്നു. അപ്പോൾ അത്രമാത്രം ദയനീയമായ സ്ഥിതിയിൽ നിന്ന് എല്ലാ കടപ്പാടും നമ്മൾ കൊടുക്കേണ്ടത് മിഷണറിമാരോടും ചാവറയച്ചനെ പോലെയുള്ള ആൾക്കാരോടുമാണ്. അതിനുശേഷമാണ് പിന്നെ നവോത്ഥാന നായകരായിട്ടുള്ള ശ്രീനാരായണ ഗുരു ഒക്കെ വരികയും ഒക്കെ വിദ്യാലയം. എങ്കിലും ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിരുന്നു ഭൂരിപക്ഷവും. അതിലൂടെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ വലിയ വ്യത്യാസം വരികയും സാക്ഷരത ഉണ്ടാവുകയും അച്ചടിയും പത്രവും എല്ലാം ഉണ്ടായതെന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക എന്നുകൂടെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. Subscribe now and press the bell icon. Never miss an update.